Hello, Jobins. How are you? I'm fine. How are you? I'm good. ഓക്കെ, ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജോബിൻസ് ആണ്. ആള് ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നഴ്സാണ്. ജോബിൻസ് യു എയിലായിരുന്നു അല്ലേ? അതെ അതെ. യു എയിൽ നിന്ന് ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ആക്ച്വലി 2011 മുതൽ ദുബായ് ആംബുലൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ 2015 മാരേജ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് അവിടെ ഒരു പ്രമുഖ പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ NICയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അവിടെ ദുബായ് വിസിറ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും ഓസ്ട്രേലിയയിൽ ഉണ്ടാവില്ല. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും RNs ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ തുടങ്ങിയത്. എന്നാലും പിന്നെ നമ്മൾ പലപ്പോഴും ഡബിൾ മൈൻഡഡ് ആയിരുന്നു. രണ്ടുപേരും അവിടെ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് എന്തിനാണ് നമ്മുടെ ഈ ഒരു അത്ര നല്ല സാഹചര്യത്തിൽ നിന്ന് പോരുന്നതെന്നൊക്കെ ഉള്ള തോന്നലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ, നമുക്കൊന്ന് ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിള്ളേരെ സ്കൂളിൽ പോകാനായിട്ട് മൂത്ത ആൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടുത്തെ ഒരു സിറ്റുവേഷൻസ് ഏകദേശം എന്താണ്, എത്രയാണ് ഫീസ്, കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലായി. പിന്നെ പലർക്കും ആ സമയത്ത് കോവിഡ് ഒക്കെ ആയപ്പോഴത്തേനും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, നമ്മളൊരു 50 years ഒക്കെ ആവണ സമയത്ത് നമ്മുടെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പലരെയും കണ്ടു അവിടെ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള പല പല സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ പിന്നെ ആക്റ്റീവായിട്ട് ഈ ഒരു മൈഗ്രേഷൻ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ NWT ഒക്കെ വഴി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി അങ്ങനെ പോരുകയാണ് ചെയ്തത്.